Hello and welcome to a new episode of Translation Series. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലും നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയ കുറച്ച് ഫ്രേസസ് ആണ് ഞങ്ങൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നോക്കാം. ഫസ്റ്റ് വൺ, എന്താണ് നിന്റെ പ്രശ്നം? നമ്മൾ അങ്ങനെയൊക്കെ ചോദിക്കുമല്ലോ ഫ്രണ്ട്സിനോട്, എന്താണ് നിന്റെ പ്രശ്നം എന്ന് ചോദിക്കില്ലേ? അപ്പോൾ ഇത് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? വാട്ട് ഈസ് യുവർ പ്രോബ്ലം? വാട്ട് ഈസ് യുവർ പ്രോബ്ലം? ഓക്കെ, നമുക്കിപ്പോൾ ഒരാളോട് ഒരു കാര്യം ചോദിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ചോദിക്കുക? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കും? Can I ask you something? Can I ask you something? ഓക്കെ, നമ്മളൊരാളെ ആദ്യം പരിചയപ്പെടാണ്. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളൊരാളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കാം? വാട്ട് ആർ യുവർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്? വാട്ട് ആർ യുവർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്? ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫ്രണ്ടുമായിട്ട് മീറ്റ് ചെയ്തിട്ട് ഫ്രണ്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തായിരിക്കും അവരോട് പറയാം? അപ്പോൾ ശരി കാണാട്ടോ ഇല്ലേ? അപ്പോൾ ശരി കാണാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് നമ്മൾ എങ്ങനെ പറയും? ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് ടൈം. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് ടൈം. ഇപ്പോൾ ഒരു എക്സാം ഒക്കെ വരികയാണെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസിനോട് എന്താ പറയുക? നന്നായിട്ട് പഠിക്കണം കേട്ടോ, നന്നായിട്ട് പഠിച്ച് നല്ല മാർക്സ് ഒക്കെ വാങ്ങണം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻറ്റ് എന്തായിരിക്കും നമ്മുടെ അടുത്ത് പറയാം? ഞാൻ പറ്റുന്നത്രയും ശ്രമിക്കാം മിസ്സേ, ഞാൻ പറ്റുന്നത്രയും ശ്രമിക്കാം. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. തമാശ കളിക്കില്ലേ? നമ്മളിങ്ങനെയൊക്കെ പറയാറുണ്ട്. ചില കൂട്ടുകാരുണ്ട്, നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് പറയുമ്പോഴാണെങ്കിലും ഭയങ്കര തമാശ ആയിരിക്കും പറയും, തമാശ കളിക്കില്ലേ? അപ്പോൾ ഇത് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? സ്റ്റോപ്പ് കിഡിങ്. ഓക്കെ, സ്റ്റോപ്പ് കിഡിങ്. ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതുക. അപ്പോൾ നമ്മൾ ഫ്രണ്ടിനോട് പറയും, എടാ ഇത് ചെയ്യാൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ, ഈ ഒരു കാര്യം ചെയ്യാൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. ഇത് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? വിൽ യു പ്ലീസ് ഹെൽപ്പ് മീ വിത്ത് ദിസ്? വിൽ യു പ്ലീസ് ഹെൽപ്പ് മീ വിത്ത് ദിസ്? ഓക്കെ, ഒരു ദിവസത്തെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് നമ്മളെ പുറത്തേക്ക് വിളിക്കുകയാണ്. അപ്പം ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഇന്ന് എനിക്ക് ഭയങ്കര ക്ഷീണമാണേ, എനിക്ക് ഭയങ്കര ക്ഷീണമാണെന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഐ എം ഫീലിംഗ് വെരി ടയേർഡ് ടുഡേ. ഐ എം ഫീലിംഗ് വെരി ടയേർഡ് ടുഡേ. നമ്മളൊരാളെ ഫോൺ വിളിക്കുകയാണ്. ഓക്കെ, ഒരാളെ ഫോൺ വിളിക്കും. നേരെ കയറി ചാടി കയറി സംസാരിക്കാതെ അവർക്ക് സംസാരിക്കാൻ പറ്റുന്ന ടൈമാണോ നമ്മളൊന്ന് നോക്കണം അല്ലേ? അവർക്ക് സംസാരിക്കാൻ പറ്റുമോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സംസാരിക്കാൻ പറ്റിയ ടൈമാണല്ലോ അല്ലേ, സംസാരിക്കാൻ പറ്റിയ സമയമാണല്ലോ അല്ലേ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ? അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. ഈ ഒരു കാര്യം നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കാം? ഇസ് ഇറ്റ് ദ റൈറ്റ് ടൈം ടു ടോക്ക്? ഇസ് ഇറ്റ് ദ റൈറ്റ് ടൈം ടു ടോക്ക്? നമ്മളൊരു കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ നമ്മുടെ കുറേ റിലേറ്റീവ്സ് ഓടി വന്നിട്ട് ചോദിക്കാറുണ്ടല്ലേ, ഞങ്ങളെ അറിയുമോ? നിങ്ങൾക്ക് ഞങ്ങളെ അറിയുമോ എന്ന്. അപ്പോൾ ഈ കാര്യം നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കാൻ പറ്റുക? ഡു യു നോ അസ്? ഡു യു നോ അസ്? ഇപ്പോൾ ഇവിടെ കുറേ പേരില്ല, ഒരാളെ ഉള്ളൂ എങ്കിൽ നിനക്ക് എന്നെ അറിയുമോ? നിനക്ക് എന്നെ അറിയുമോ? ഡു യു നോ മീ? അവിടെ ഡു യു നോ മീ എന്ന് പറയും. ഒത്തിരി ആൾക്കാരാണ് വന്ന് ചോദിക്കുന്നതെങ്കിൽ ഡു യു നോ അസ്, ഒരാളാണെങ്കിൽ ഡു യു നോ മീ. ഓക്കെ, ഇപ്പം നമ്മുടെ ഓഫീസിൽ നമ്മുടെ ഒരു ഫ്രണ്ടിന് അല്ലെങ്കിൽ കലീഗിന് ഭയങ്കര തലവേദനയൊക്കെ ആയിട്ട് ആകെ വയ്യാണ്ടൊക്കെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്നിട്ട് ചോദിക്കണം, നിനക്ക് എന്തെങ്കിലും വേണോ? നിനക്ക് എന്തെങ്കിലും വേണോ? ഡു യു നീഡ് എനിത്തിങ്? അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഇംഗ്ലീഷിൽ പറയാം. ഡു യു നീഡ് എനിത്തിങ്? അപ്പോൾ നമ്മളിപ്പോൾ പാട്ട് പ്ലേ ആണെന്ന് വെച്ചോ, വീട്ടിലൊക്കെ പാട്ട് പ്ലേ ആണ്. അപ്പോൾ സൗണ്ട് ഇത്തിരി കുറവാണെങ്കിൽ നമ്മൾ അപ്പുറത്തെ റൂമിൽ വിളിച്ചാൽ സൗണ്ട് ഒന്ന് ഇത്തിരി കൂട്ടുമോ, ഇത്തിരി സൗണ്ട് ഒന്ന് കൂട്ടുമോ? അത് ഇംഗ്ലീഷിൽ എങ്ങനെ നമുക്ക് പറയാം? ക്യാൻ യു ടേൺ ദ വോളിയൂം അപ്പ്? ക്യാൻ യു ടേൺ ദ വോളിയൂം അപ്പ്? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് വോളിയൂം ഇത്തിരി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചോദിച്ചാൽ മതി, ക്യാൻ യു ടേൺ ദി വോളിയൂം അപ്പ്? ഇനിയും പറയാൻ പോകുന്ന കാര്യം നമ്മുടെയൊക്കെ സ്ഥിരം വികാരമാണല്ലേ, എനിക്ക് ഭയങ്കരമായിട്ടും വിശക്കുന്നു, എനിക്ക് വിശന്നിട്ട് വയ്യ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ എം ടെറിബിളി ഹംഗ്രി. ഐ എം ടെറിബിളി ഹംഗ്രി. ഇനിയിപ്പോൾ നമുക്ക് ഇത്ര വിശപ്പൊന്നും ഇല്ല, ഒരു ചെറിയ വിശപ്പാണെങ്കിൽ, എനിക്ക് അത്രയ്ക്ക് വിശപ്പൊന്നുമില്ല, ചെറുതായിട്ടൊരു വിശപ്പുണ്ടാണെങ്കിൽ ആ ഒരു കാര്യം പറയാൻ നമുക്ക് പറയാം, ഐ എം സ്ലൈറ്റ്ലി ഹംഗ്രി. ഐ എം സ്ലൈറ്റ്ലി ഹംഗ്രി. അപ്പോൾ ഭയങ്കര വിശപ്പാണെങ്കിൽ ഐ എം ടെറിബിളി ഹംഗ്രി. അത്രയും വിശപ്പില്ല എന്നുണ്ടെങ്കിൽ ഐ എം സ്ലൈറ്റ്ലി ഹംഗ്രി. ഇപ്പം നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോഴേ അവർ ഭയങ്കര പതുക്കെ സംസാരിക്കണം, നമുക്കൊന്നും കേൾക്കാൻ കഴിയുന്നെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇന്ന് ഇത്തിരി കൂടി ഉറക്കെ സംസാരിക്കുമോ? ഇന്ന് ഇത്തിരി കൂടി ഉറക്കെ സംസാരിക്കുമോ? ഈ കാര്യം നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കാം? ക്യാൻ യു സ്പീക്ക് എ ബിറ്റ് ലൗഡർ? ക്യാൻ യു സ്പീക്ക് എ ബിറ്റ് ലൗഡർ? ഓക്കെ, അപ്പോൾ അടുത്ത തവണ ആരെങ്കിലും ഇത്ര മെല്ലെയാണ് സംസാരിക്കുന്നതെങ്കിൽ യു ക്യാൻ ആസ്ക് ദം, ക്യാൻ യു സ്പീക്ക് എ ബിറ്റ് ലൗഡർ? ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ ട്രാൻസ്ലേഷൻ സീരീസ് എപ്പിസോഡ്. അപ്പം ഈ ഞാൻ പറഞ്ഞ സെൻറ്റൻസസിൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടമായതെന്ന് ഞങ്ങളെ കമൻറ്റിലൊന്ന് പറഞ്ഞറിയിക്കുക. അതുകൂടാതെ നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും സെൻറ്റൻസിൻ്റെ ട്രാൻസ്ലേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ അതും ഞങ്ങളെ കോമൻറ്റ്സിലൊന്ന് അറിയിക്കുക. ഓക്കെ, ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ അസ് ആൻഡ് ഫോർ യു ആസ് വെൽ. ഓക്കെ, സോ ഇതൊന്നും ഇനിയും യൂസ് ചെയ്യാൻ മറക്കണ്ട. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഐ വിൽ സീ യു ഇൻ അനദർ സെഷൻ ഓഫ് മൈൻ. ടിൽ ദെൻ, ബൈ ബൈ.